കണ്ണൂർ കൂത്തുപറമ്പിൽ 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. കിണറ്റിന്റെ അവിടെ ആമ്പിലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സജോ ദേവസ് ചേരുന്നു. സജോ, ഒട്ടും തന്നെ ആശ്വാസകരമായ സമാധാനപ്പെടാവുന്ന ഒരു വാർത്തയല്ല. ബോംബ് പൊട്ടി ഒരു വയോധികൻ മരിച്ചതിന് പിന്നാലെ പിന്നെയും ഇത്തരം ബോംബുകൾ അവിടങ്ങളിൽ എന്താണ് മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന കായ്ഫലങ്ങൾ പോലെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം ഭീകരമാണ് സജോ. ഹാഷ്മി, ബോംബുകളുടെ സ്റ്റോക്കിന് കണ്ണൂരിൽ യാതൊരു കുറവുമില്ല എന്ന് സമീപകാലങ്ങളിൽ എല്ലാം വെളിപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇതും. എരഞ്ഞോളിയിൽ സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പോലീസും ബോംബ് സ്ക്വാഡും സംയുക്തമായി ജില്ലയുടെ വിവിധ മേഖലകളിൽ വ്യാപകമായ പരിശോധനയ്ക്ക് തുടക്കമിട്ടിരുന്നു. ആ പരിശോധനയുടെ ഭാഗമായി കൂത്തുപറമ്പിലെ കിണറ്റിന്റെ അവിടെ ആമ്പിലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ പരിശോധനയ്ക്കായി എത്തി. ആ ഘട്ടത്തിലാണ് ഒളിപ്പിച്ച നിലയിൽ 2 സ്റ്റീൽ ബോംബുകൾ, ഉഗ്ര സ്ഫോടന ശേഷിയുള്ള 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തത്. മറ്റിടങ്ങളിൽ പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയപ്പോൾ ബോംബുകൾ കണ്ടെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വിവിധയിടങ്ങളിൽ വ്യാപകമായി ബോംബുകൾ നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പരിശോധനയുടെ വിവരം പുറത്തു വന്നതിന് പിന്നാലെ വ്യാപകമായി അവ മാറ്റാൻ ശ്രമം നടന്നു എന്ന വിവരം അടക്കം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് അപ്രതീക്ഷിതമായ റെയ്ഡുകൾ നടത്തണം. അതായത് ഈ മേഖലയിൽ ഏതെങ്കിലും മുന്നറിയിപ്പുകൾ നൽകാതെയുള്ള റെയ്ഡിലേക്ക് പോകണം. സംശയമുള്ള സ്ഥലങ്ങളിലെല്ലാം റെയ്ഡ് നടത്തണമെന്ന് DIG നേരത്തെ ഈ പ്രത്യേക സ്ക്വാഡിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വ്യാപക പരിശോധനയിലേക്ക് പോയത്. പലയിടങ്ങളിലും ഇത്തരം സ്റ്റീൽ ബോംബുകൾ നിർമ്മിച്ച് ആളൊഴിഞ്ഞ പറമ്പുകളിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അതായത് അതിന്റെ പിതൃത്വം ആരുടെയും തലയിൽ വരാതിരിക്കാനുള്ള മുൻകരുതലും ജാഗ്രതയും ഒക്കെ ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ പലപ്പോഴും സൂക്ഷിക്കാറുണ്ട്. അതിന്റെ ഭാഗമായാണ് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ആളൊഴിഞ്ഞ പറമ്പുകൾ എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിൽ ബോംബുകൾ സൂക്ഷിക്കുന്നത്. അത്തരം ബോംബുകളാണ് നിരപരാധികളുടെ ജീവൻ കണ്ണൂരിൽ പലതവണ പല മനുഷ്യരുടെ ജീവൻ എടുത്തത്. പക്ഷേ യാതൊരു കുറവുമില്ല. ഇത്തരം ബോംബുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, അത് സ്റ്റോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു അറുതി ഉണ്ടാകുന്നില്ല. ഈ പരിശോധനയെങ്കിലും എന്തെങ്കിലും ഫലമുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. അതിന് ഈ ഘട്ടത്തിൽ പോലും ഇത്തരം സംഭവങ്ങൾ നിരപരാധികളുടെ ജീവൻ ചോര ഈ മണ്ണിൽ വീണ് നനയുമ്പോഴും അതിന് കുറവൊന്നും ഉണ്ടാകുന്നില്ല. ഒടുവിലത്തെ സംഭവമാണ്. ഈ പരിശോധന തുടരുമെന്നാണ് പോലീസും ബോംബ് സ്ക്വാഡും വ്യക്തമാക്കുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ജോസ്ഫിൻ ജോസഫ് ചോദിക്കുന്നുണ്ട്, ഹാഷ്മി ബ്രോ, ഇത് ബോംബുകളുടെ കാലമാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം, ഇതിപ്പോൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തുന്നതാണ്. അത്രയും നല്ല കാര്യം. എന്ന് പറഞ്ഞാൽ പോലീസിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ പരിശോധന പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ എഫിഷ്യൻ്റായി നടത്തിക്കൊണ്ട് ഈ കുഴിബോംബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മൈൻ എന്ന് പറയുന്നത് പോലെ അവിടങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ബോംബുകൾ കണ്ടെടുത്ത് നിരപരാധികളുടെ ജീവൻ രക്ഷിക്കണം എന്നതാണ് ഒരു അഭ്യർത്ഥന പറയാനുള്ളത്.